ഹലോ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഐക്കിയിലൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ടേബിൾ ഓർഡർ ആക്കിയതിനാണ് ഓൺലൈനിൽ. അപ്പോൾ വിചാരിച്ചു അവിടെ പോയിട്ട് തന്നെ ഒന്ന് എടുക്കുക. അപ്പോൾ പോയാൽ കുറച്ച് ചെടിയെല്ലാം നോക്കണ്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ചെടിയെല്ലാം അന്ന് കണ്ടില്ലേ, അതെല്ലാം വാടിപ്പോയി, എല്ലാം ഉണങ്ങി. അപ്പോൾ പോട്ടെല്ലാം കാലിയായിട്ടുള്ള. അപ്പോൾ വിചാരിച്ചു പെരുന്നാളാകുമ്പോഴേക്കും കുറച്ച് റൂമിലൊന്ന് കുറച്ചൊന്ന് മൊഞ്ചാക്കി വെക്കുക എന്നുള്ളതില്ലേ. അപ്പോൾ കുറേ നാളായി ഐക്കിയിലെല്ലാം വന്നിട്ട്. അപ്പോൾ അവിടെ ഒന്നും വാങ്ങാനില്ലെങ്കിലും അവിടെ വന്നിട്ട് വെറുതെ സാധനങ്ങളൊക്കെ കാണാൻ തന്നെ ഒരു രസമാണ്. പുതിയ പുതിയ ക്രോക്കറി അതെല്ലാം എന്തെല്ലാം വന്നേ അതെല്ലാം ഒന്ന് കാണാം. ഇപ്പോൾ റമദാൻ സെയിൽ അങ്ങനെ എന്തെയുണ്ടോ അങ്ങനെയെല്ലാം അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ ചെടിൻ്റെ ഏരിയ തന്നെയായിരുന്നു നോക്കി. അപ്പോൾ ആ പോട്ടിൽ കൊള്ളുന്നതും എല്ലാം കാണാനും രസം വേണം. പിന്നെ റേറ്റും എല്ലാം നോക്കിയിട്ടുള്ള ചെടി എടുക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കുറേ നോക്കി. ഇവിടുത്തെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുക വീഡിയോയിൽ എടുത്തിട്ട് എന്ന് വിചാരിച്ചിട്ട് ചുമ്മാ ഒന്ന് എടുത്തു. പിന്നെ അങ്ങനെ കുറേ ചെടിയെല്ലാം നോക്കി. പിന്നെ കുഷ്യനും ഇങ്ങനത്തെ എല്ലാം ആവശ്യം ഉണ്ടായിരുന്നു. നമ്മുടെ പെറ്റുണ്ടല്ലോ പൂച്ച, അപ്പോൾ അതിന് കിടക്കാൻ ചെറിയ ഇങ്ങനത്തെ ഒരു പില്ലോ വേണം. അപ്പോൾ ഇവിടെയുള്ളത് കുറേ എടുക്കാതിന്. അപ്പോൾ വിചാരിച്ച് പുതിയ ഒന്ന് വാങ്ങിക്കുക, പെരുന്നാളല്ലേ. പിന്നെ കുറേ കപ്പ് ഗ്ലാസ് ഇതൊക്കെ തന്നെയായിരുന്നു മെയിൻ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് വാങ്ങിക്കാനല്ല ഇങ്ങനെ പൂതിയാവുമല്ലോ. അപ്പോൾ ഗ്ലാസ് എല്ലാം ആണെങ്കിൽ എത്ര വാങ്ങിയാലും എൻ്റെ കയ്യിൽ ആഴ്ചക്ക് എൻ്റെ അടുത്ത് ഗ്ലാസ് പൊളിയും. അതെങ്ങനെയാണ് പൊളിയുന്നതെന്നറിയില്ല. കഴുകാനെടുത്ത തമ്മിൽ കൂട്ടി മുട്ടിയിട്ടോ അല്ലെങ്കിൽ പൈപ്പിനോട് തട്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അതിൻ്റെ മേലെ വീണ്ട അങ്ങനെ എപ്പോഴും ഗ്ലാസ് പൊളിയല്ലോ ഇവിടെ ഉറപ്പുള്ള കാര്യം. അപ്പോൾ വാങ്ങുന്നതെല്ലാം പകുതി മുക്കാലും പൊട്ടിത്തീർന്നു. അപ്പോൾ പിന്നെ അങ്ങനെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളെല്ലാം മേടിച്ച്. പിന്നെ റമദാൻ സെയിലായിട്ട് ഇവിടെ ഇങ്ങനെ പ്ലേറ്റിൻ്റെ അടുത്തുള്ള ഭയങ്കര ഓഫേഴ്സിലുണ്ടായിരുന്നു. അവിടെ പിന്നെ ഭയങ്കര തിരക്കും ആളും. അവിടെ കുറച്ച് ആൾക്കാരങ്ങനെ ഉള്ളൂ. ഇപ്പോൾ ലേറ്റായി രാത്രി. അപ്പോൾ അവിടെ ഒന്നും പിന്നെ ഞാൻ അങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നോമ്പെല്ലാം കഴിയാനായില്ലോണ്ട് ഇതിൻ്റെ പ്ലേറ്റൊന്നും ഇങ്ങനെ വേണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ കുറേ നോൺ സ്റ്റിക്ക് പാത്രങ്ങളും ഇതെല്ലാം നല്ല വില ഉണ്ട് കേട്ടോ. ഇതിനൊന്നും ഓഫറൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിലിങ്ങനെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടൊന്നും ഉണ്ടായില്ല. എല്ലാം ചുമ്മാ ഒന്ന് വീഡിയോ എടുത്തു. എല്ലാം ഇങ്ങനെ നോക്കിയിരിക്കാൻ തന്നെ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ഐക്കിയിൽ ഇങ്ങനെ ചുമ്മാ നടക്കാനും സാധനങ്ങളെല്ലാം കാണാനും. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ ഐഡിയ കിട്ടും, എന്തെല്ലാം സാധനങ്ങൾ പുതിയതായിട്ട് വന്നതും. അപ്പോൾ ഓരോ വീഡിയോയിലും നമ്മൾ മറ്റുള്ളവർ യൂസ് ചെയ്യുന്നതെല്ലാം കാണുമല്ലോ. അപ്പോൾ അങ്ങനെ ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ ഞാനൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഇതൊന്നും പിന്നെ എനിക്ക് ആവശ്യമൊന്നുമില്ല. ഞാൻ അത്യാവശ്യമുള്ളത് മാത്രമേ വാങ്ങിക്കലുള്ളൂ. അതന്നെ ഇപ്പോൾ വീഡിയോയിൽ എടുക്കുന്നതുകൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. പിന്നെ ഇതെല്ലാം പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന ഓഫേഴ്സ് തന്നെ. ഇങ്ങനെ കുറേ ഓഫറിലിട്ടുണ്ടാകും ഈ കണ്ടെയ്നറും കാര്യങ്ങളും. അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഞാൻ നോക്കിയത് ഫുൾ ചെടിയും ഫ്ലവർ അങ്ങനത്തെ എല്ലാം തന്നെയായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ കുഞ്ഞ് ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞു. പിന്നെ ലേറ്റ് ആയിരുന്നു രാത്രി. അങ്ങനെ ഹൈക്കിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുകയാണ്. പിന്നെ എനിക്ക് കംഫർട്ട് അതെല്ലാം നോക്കാനുണ്ടായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ചുമ്മാ ഒന്ന് നടന്ന് അങ്ങനെ വീട്ടിലെത്തിയതായിരുന്നു ഞാൻ വാങ്ങിയ ഡ്രസ്സിങ് ടേബിൾ. വളരെ ചെറുത്, നമുക്കിത് വെക്കാനുള്ളൊരു സ്പേസേ അവിടെ ഉള്ളൂ. അപ്പോൾ അത് ആദ്യത്തെല്ലാം ഒന്ന് കുറച്ച് പഴയതായപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് പുതിയതാക്കാൻ. ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യണം. പിന്നെ എത്ര സാധനം കബോർഡും അൽമാരി എത്ര വാങ്ങിയാലും സാധനങ്ങൾ എന്തായാലും പിന്നെയും നിറയും. എത്ര കളഞ്ഞാലും പിന്നെയും വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ ഉണ്ടാവും. പിന്നെ ഇതെല്ലാം ഒന്നെല്ലാം സെറ്റായിട്ട് കൊണ്ടുവരണം. പിന്നെ ഇത് ഞാൻ അവിടെ നിന്ന് വാങ്ങിയതിന് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ തമ്മിലിങ്ങനെ ഒരുമിച്ച് വെച്ച് സ്ക്രാച്ച് ആവാതിരിക്കാനും അതിനെല്ലാം ഇത് നല്ലൊരു സംഭവമാണെന്ന് എനിക്ക് തോന്നി. ഇപ്പോൾ സ്ഥലവും നമുക്ക് ലാഭിക്കുക, കുറേ ഇങ്ങനെ അട്ടിക്ക് വെക്കുകയും ചെയ്യാം. പിന്നെ ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളൊക്കെ തന്നെയായിരുന്നു മേടിച്ചത്. പിന്നെ ഞാൻ ഷോർട്ട്സെല്ലാം ഇട്ടിട്ടില്ലേ, ജ്യൂസെല്ലാം അങ്ങനത്തെ കുറച്ച് ഗ്ലാസ് അതൊക്കെ തന്നെ. വേറെ കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് വേഗം തിരിച്ചിങ്ങ് വന്നു. പള്ളിയിലൊക്കെ പോകാനുണ്ടായിരുന്നു അതുകൊണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.